ഇപ്പോൾ എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ നമ്മുടെ MT അവസാനമായി അന്ത്യാഭിവാദ്യം അർപ്പിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തീർത്തും അനാഥനായതുപോലെ തോന്നുന്നു. എനിക്ക് മാത്രമാവില്ല, കോടിക്കണക്കായ മനുഷ്യർ നാഥനില്ലാത്ത ഒരവസ്ഥയിലായി എന്നാണ് ആദ്യം എൻ്റെ മനസ്സിൽ തോന്നുന്ന വികാരം. നമ്മുടെ ഭാഷയും അനാഥമായി. വാസുവേട്ടൻ്റെ എഴുത്തും സാംസ്കാരിക പ്രവർത്തനവും എല്ലാം ഭാഷയ്ക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്ന് MT പറഞ്ഞു. തുഞ്ചൻ പറമ്പിൽ അദ്ദേഹം 3.5 പതിറ്റാണ്ട് കാലം ചെയ്ത സേവനം മലയാള ഭാഷയെ ഒരു ലോകോത്തര ഭാഷയാക്കി മാറ്റാനാണ്. അതിനുവേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ സകല ശക്തിയും അദ്ദേഹം കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലം ഉപയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ എഴുത്തും അതുപോലെയായിരുന്നു. അനാഥരും ദുഃഖിതരും ദരിദ്രരും നിരാശ്രയരും ഒറ്റപ്പെട്ടവരും ആരുമില്ലാത്തവരുമായ മനുഷ്യരുടെ ഉള്ളിലിരുന്ന് അവരുടെ ജീവിതമാണ് MT പറഞ്ഞത്. അതുകൊണ്ടാണ് MT വായിക്കുന്ന ഓരോ ആളുകളും MT സ്വാനുഭവത്തിലാക്കുകയാണ് ചെയ്തത്. ഇത് ഞാൻ തന്നെയാണ്, നാലുകെട്ടിലെ അപ്പുണ്ണി ഞാനാണ്, കാലത്തിലെ സേതു ഞാനാണ്, അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി ഞാനാണ്, അവസാനം എഴുതിയ വാരാണസിയിലെ സുധാകരൻ ഞാനാണ്, ചിലപ്പോൾ ഹസ്തിനപുരത്തിലെ ഇതിഹാസകാലത്തെ ഭീമൻ പോലും ഞാനാണ് എന്ന് ഓരോ വായനക്കാരനും തോന്നി. അത്രമേൽ സ്വാനുഭവത്തിലേക്ക് ഭാഷയെ പ്രക്ഷേപിക്കാൻ MTക്ക് മുമ്പും MTക്ക് പിമ്പും MTയെ പോലെ ഒരാൾക്ക് സാധിച്ചിട്ടില്ല. ബഷീറിനെ പോലെയോ ഉറൂബിനെ പോലെയൊക്കെയുള്ള ജീനിയസ് എഴുത്തുകാരുണ്ടായിരുന്നുവെങ്കിലും ചങ്ങമ്പുഴ മലയാള കവിതയ്ക്ക് ചെയ്തതുപോലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഭാഷ പ്രാപ്യമാക്കാൻ പറ്റുന്ന വിധത്തിൽ അത്ര ലളിതമായി അത്ര അഗാധമായിട്ടാണ് MT എഴുതിയത്. MTയെ വായിക്കുമ്പോൾ നെഞ്ച് കനം കെട്ടും. MT നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലാണ് കയറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കോടിക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. MTക്ക് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ എന്നെ തന്നെ വ്യക്തിപരമായി വിളിച്ചെത്രയോ ആളുകൾ പറഞ്ഞു വഴിപാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനേക മനുഷ്യർ അവരുടെ അനാഥത്വം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ എഴുത്തുകാരനിലേക്ക് നോക്കിയത്. ഒരർത്ഥത്തിൽ 4 തലമുറകളുടെ ഹൃദയത്തിൽ ഒരേ വികാര തീവ്രതയോടുകൂടി ഹൃദയാധികാരം സ്ഥാപിച്ചൊരു എഴുത്തുകാരനാണ്. തനി ഗ്രാമീണനായിരുന്നു. എൻ്റെ നാട്ടിൽ നിന്ന് 10 നാഴിക ദൂരെയാണ് കൂടല്ലൂർ. പുഴയോരത്തെ ഒരു ചെറിയ ഗ്രാമമാണ്. MT അവിടെ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ കൂടല്ലൂരിനെ ഒരാളും ഓർക്കുകയില്ല. പക്ഷേ ഫോക്നറുടെ യോക്കനപ്പാട്ട പോലെയും തോമസ് ഹാർഡിയുടെ എസെക്സ് പോലെയും മാർക്കേസിന്റെ മക്കൊണ്ട പോലെയും ലോക സാഹിത്യ ചരിത്രത്തിൽ കൂടല്ലൂർ ഓരോ മലയാളിയെ സംബന്ധിച്ചും കൂടല്ലൂർ പ്രിയപ്പെട്ടതാവുന്നത് അത് MTയുടെ ഗ്രാമമായതുകൊണ്ടാണ്.